ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 75 എപ്പിസോഡുകൾ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രേക്ഷകരുടെ അനേകം ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബാബു ജോൺ വേട്ടമല സാറ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി തിരുവചന അടിസ്ഥാനത്തിൽ മറുപടി തന്നു കഴിഞ്ഞു. ഇന്നും മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്, നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയുവാനായി. വെൽക്കം ടു ദിസ് സെഷൻ സർ. താങ്ക് യു സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വചന പ്രകാരം പറയുന്നു: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ഇസ്രായേൽ മക്കൾക്ക് വെള്ളം കിട്ടാത്തത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്ര വലിയ ജനസമൂഹത്തിന് വെള്ളം കിട്ടാനുള്ള സംവിധാനം എന്തായിരുന്നു? മരുഭൂമിയിൽ മന്നായും കാടപ്പക്ഷിയും കൊടുത്തതായി അറിയാം. ഇതല്ലാതെ ദീർഘമായ 40 വർഷങ്ങൾ അവർക്ക് മരുഭൂമിയിൽ വേറെ എന്തെങ്കിലും ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു? താങ്ക് യു മാം. ഇത് നമ്മൾ സാധാരണ ചെയ്തു വരുന്ന പോലെ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾക്ക് ഒരു സൺഡേ സ്കൂൾ നോളജ് കിട്ടും ആദ്യം ഇതിനെപ്പറ്റി. അവർ മരുഭൂമിയിലായിരുന്നു, വെള്ളമില്ലായിരുന്നു, കിട്ടിയ വെള്ളം കയ്പുള്ളതായിരുന്നു. അതൊരു മരം പിടിച്ച് കുഴിക്ക് അതിനകത്തിട്ടപ്പോൾ അത് മധുരമുള്ളതായി. പിന്നൊട്ട് വെള്ളവുമില്ല. അങ്ങനെ കരഞ്ഞു. മോശയോട് ദൈവം പറഞ്ഞു പാറയുടെ വണ്ടയ്ക്ക് പോയി നിൽക്കാൻ പറഞ്ഞു. മോശ പോയി പാറ 2 അടി അടിച്ച് വെള്ളം പുറപ്പെട്ടു. അവർ കുടിച്ചു. യെസ്, അത് നമ്മുടെ കിൻഡർ ഗാർഡൻ നോളജ് ആണ്. കിൻഡർ ഗാർഡൻ നോളജ് എന്ന് പറയുന്നത് അത് നോളജ് അല്ല, ഇൻഫർമേഷൻ ആണ്. കിൻഡർ ഗാർഡനിൽ എല്ലാ നോളജും ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ നോളജിന്റെ ബേസിസ് ആണ്. ഇൻഫർമേഷനിൽ നിന്നാണ് നോളജ് ഉണ്ടാകുന്നത്. ഇപ്പം ഒരു കൊച്ചു കുഞ്ഞിന് ഇത് അപ്പനാ ഇത് അമ്മയാന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് ഇൻഫർമേഷൻ മാത്രമാണ്. ഇവരെങ്ങനെ അപ്പനായി അമ്മയായി എന്നുള്ളത് അതതിനെ പറ്റിയുള്ള നോളജാണ്. അത് ദീർഘനാൾ കഴിഞ്ഞ് വർഷം കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഈ അയാൾക്കൊരു പ്രോഗ്രസീവ് ഗ്രോത്ത് അയാളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടെങ്കിൽ, ഇനി മൈൻഡ് സെറ്റ് ഈ പ്രോഗ്രസീവ് ഗ്രോത്ത് ഉള്ളതല്ല എന്നിരിക്കട്ടെ, അപ്പം പറ്റുന്ന കുഴപ്പം എന്താ? ഇവനങ്ങനെ അപ്പനായെന്നും ഇവനങ്ങനെ അമ്മയായെന്നും ഈ കൊച്ചിന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം ഡൗൺ സിൻഡ്രോമാണ്. നമ്മളൊരു ഒരു ടൈപ്പ് ഓഫ് കുറ്റം ആരോപിക്കുന്ന രീതിയിൽ പറയുകയാണെന്നിരിക്കട്ടെ, വേദപുസ്തക അറിവ് സംബന്ധിച്ച കാര്യത്തിൽ ഒരു ലാർജ് മജോറിറ്റി ക്രിസ്ത്യൻസിനും ഡൗൺ സിൻഡ്രം ബാധിച്ചിരിക്കുക. കാര്യം കിൻഡർ ഗാർഡനിൽ പഠിച്ചതിനപ്പുറം ആ ഇൻഫർമേഷൻ നോളജ് ആയിട്ട് മാറിയില്ല. കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് ഇൻഫർമേഷനാണ്. അത് നോളജായി മാറുമ്പോൾ സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യൻ അവിടെ നിൽക്കുക അല്ലേ? ഇൻഫർമേഷൻ നേരെ ഓപ്പോസിറ്റായി മാറി നോളജ് 180 ഡിഗ്രി അതർ വേ റൗണ്ടായി. ഇത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ചോദ്യത്തിൻ്റെ മറുപടി മനസ്സിലാക്കാൻ ശ്രമിക്കാൻ.
ഇതൊരാൾക്ക് ഞാൻ പറയുന്നത് അത് ഒരാൾക്ക് മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല. ഉം. മനസ്സിലായാൽ നല്ലത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കട്ടെ. ഉം. 2, ഇത് നിങ്ങൾ അറിയുന്നെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ഉം. എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് അറിയത്തില്ല. അറിയത്തില്ല. ഉം. ഈ ചെയ്യുന്നതിനൊരു ഗുണമൊന്നും ഇല്ല, അറിയുന്നെങ്കിൽ ചെയ്താൽ ഭാഗ്യവാനെന്നാ. ഉം. ദൈവം തന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഉം. ചെങ്കടൽ കടത്തി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഉം. ആ മരുഭൂമിയുടെ പേര് ശൂർ മരുഭൂമി എന്നാണ്. ശൂർ മരുഭൂമി. അപ്പൊ ഈ ശൂർ മരുഭൂമിയെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. ഉം. നമ്മുടെ കിൻഡർ ഗാർഡനിൽ അതിന്റെ പേര് ശൂർ മരുഭൂമിയാന്ന് പറയുന്നില്ല. ഉം. വലുതും ഭയങ്കരവുമായ മരുഭൂമി എന്നേ പറയുന്നുള്ളൂ, ഉം. അല്ലേ? ഉം. ശൂർ മരുഭൂമിയാണ്. അപ്പൊ ഇനി ഈ സ്ഥലത്തിന് എൻ്റെ ഒരു ഒരു പിന്നെ ആകാശ് എന്നുള്ള ഒരു പിക്ചർ നമ്മൾ എടുക്കാന്നിരിക്കട്ടെ. ഉം. അതിന്റെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ ഒരു പിക്ചർ തായിട്ട് എടുക്കാന്നിരിക്കട്ടെ. ഉം. ഒരു മനുഷ്യന്റെ ഹൃദയം എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. ഓക്കെ. ഷേപ്പ്. ഇറ്റ് ജസ്റ്റ് ലുക്സ് ലൈക്ക് എ ഹ്യൂമൻ ഹാർട്ട്. അവിടെ ഒരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഉം. മരുഭൂമിയിലെ ആയിരിക്കുന്ന നീ ദൈവത്തിന്റെ ഹൃദയത്തിലാണ്. ഉം. ഇത് ദൈവത്തിന്റെ ഹൃദയമാണ് ഈ മരുഭൂമി. ഓക്കെ. ഓക്കെ. ഉം. അപ്പൊ എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? അവിടെ 2 കാര്യങ്ങൾ നിശ്ചയമാണ്. ഒന്ന്, അവിടെ സംരക്ഷണം. ഉം. 2, അവിടെ കരുതൽ. ഉം. ഇത് 2ഉം ഉറപ്പാണ് മരുഭൂമിയിൽ, ശൂർ മരുഭൂമിയിൽ. ഉം. കാരണം ദൈവം തന്നെ അഗ്നിസ്തംഭവും മേഘസ്തംഭവും അയച്ച് അവരെ സംരക്ഷിച്ചു. ഉം. പകൽ അവർ എയർ കണ്ടീഷണർ, രാത്രി. മേഘസ്തംഭം എയർ കണ്ടീഷണർ, നല്ല സുഖമാണ്. രാത്രി അഗ്നിസ്തംഭമാ. ഒരു 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 പഴുതാരിക്ക് പോലും അവരുടെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല. ഉം. തീ കൊണ്ട് കാവൽ നിർത്തിയിരിക്കുക. ഉം. ഈ മരുഭൂമിയിൽ ഒന്ന്, ദൈവത്തിന്റെ ഉറപ്പായ സംരക്ഷണം, പ്രൊട്ടക്ഷൻ. ഉം. 2, ദൈവത്തിന്റെ പ്രൊവിഷൻസ്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ ശൂർ മരുഭൂമിയിൽ അന്നും ഇന്നും ഉം. ലോകത്തിൽ ഒരിടത്തുമില്ലാത്ത സവിശേഷമായ ഉം. പച്ച സസ്യങ്ങളുണ്ട്. ഓക്കെ. കാര്യം ഇതിൽ ഇവിടെ ധാരാളം ചെറിയ നീരൊഴുക്കുകളുണ്ട്. ഉം. വാടി എന്ന് പറയുന്ന വാടി. ഉം. അതിന് ചുറ്റും അതിന് ചെറിയ ഗുഹകളുണ്ട്. അതിന് ഉം. ചുറ്റും ധാരാളം ഈ പച്ചച്ചെടികളുണ്ട്. ഉം. ഈ പച്ച സസ്യങ്ങൾ ലോകത്തിൽ വേറെ ഒരിടത്തും വളരത്തില്ല ഇപ്പോഴും. ഉം. അതാണ് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോഴും അറബികൾ ഉപയോഗിക്കുന്നത്. അത്രയും നല്ല സുഗന്ധദ്രവ്യം ലോകത്ത് ഒരിടത്തും കിട്ടത്തില്ല. ഉം. എൻ്റെ ബേസ് അതാണ്. ഓക്കെ. ഇനിയും അതിൻ്റെ ഹെർബൽ ആൻഡ് മെഡിസിനൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഹെർബൽ ആൻഡ് മെഡിസിനൽ മെഡിസിൻ. ക്വാളിറ്റി ലോകത്തിൽ വേറെ ഒരിടത്തും അതില്ല. ഞാൻ ഒരിക്കൽ റിസർച്ചുമായിട്ട് അഗസ്ത്യ ഫോറസ്റ്റിൽ ചെന്നപ്പോൾ നല്ല ടയർഡായിട്ട് ഞാൻ ചെല്ലുന്നത്. നടന്ന് 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 സന്ധ്യാകാരം എത്തിയപ്പോഴേക്ക് അപ്പോൾ എന്നോട് ആദിവാസി പറഞ്ഞു, സാർ ഇവിടെ ആരോഗ്യ പച്ച എന്നൊരു ചെടിയുണ്ട്. അത് അഗസ്ത്യ ഫോറസ്റ്റിൽ മാത്രമേ വളരത്തുള്ളൂ, ആ ക്ലൈമറ്റ് വളരത്തുള്ളൂ. വേറൊരിടത്തും നമുക്ക് വളരാൻ ഒക്കത്തില്ല. ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഒരല മാത്രമാണ്, ഒറ്റ ഒരല. ആ ഒരല ഒരാൾ തിന്നാൽ 24 hours അയാൾക്ക് വേറെ ഒന്നും കഴിക്കണ്ട, കുടിക്കുകയും വേണ്ട. നമ്മുടെ 3 മീൽസിൽ നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സും മിനറൽസും പ്രോട്ടീൻസും എന്ന് വേണ്ട സകലതും ഈ ഒറ്റ ഇലയ്ക്കകത്തുണ്ട്. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം ഈ മരുഭൂമിയുടെ പ്രത്യേകത
ഓർഡിനറിലി സസ്റ്റെയിൻ ചെയ്യാൻ ഉം. അസാധാരണമായ രീതിയിൽ അവനെ പോഷിപ്പിക്കുന്നതിനുള്ള റിസോഴ്സസ് ഈ മരുഭൂമിക്കകത്തുണ്ട്. ഇനി ഇത് ആൾവാസമില്ലാത്ത മരുഭൂമി അല്ല. ഉം. കാരണം ഇത് മുഴുവൻ ഖനികളാണ്. കൽക്കരി ഖനികളും മറ്റ് ധാതുവസ്തുക്കളുടെ ഖനികളാണ്. ഈ ഖനികൾ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഇത് മിക്കവാറും എല്ലാം ഈജിപ്തുകാരുടെയും അതുപോലെ മറ്റ് ധനിക രാജ്യങ്ങളുടെയും ഖനികളാണ്. അവിടെ ജോലി ചെയ്യാൻ സ്ലേവ്സിനെ കൊണ്ടുപോകും. ഉം. ഇവരെയും സ്ലേവ്സായിട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ജോലി ചെയ്യാൻ. ഏതായാലും നമ്മുടെ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിൽ കെട്ടമണിക്ക് പോകുന്ന പാവങ്ങളുണ്ടല്ലോ, പാവപ്പെട്ട. ഉം. ഒരു ഷെഡ് പണിത് എല്ലാത്തിനും കൂടെ അതിനകത്തിടും. ഉം. 2 കുപ്പൂസും കൊടുക്കും, ഇച്ചിരി കോഴിയിറച്ചി കൊടുക്കും, ഉം. കൊണ്ടുപോകും. ഉള്ള പണിയെല്ലാം പഠിച്ച് തിരിച്ചു കൊണ്ടുവരും. ഉം. എന്നിട്ട് 2 വർഷം കഴിയുമ്പം റിട്ടേൺ ടിക്കറ്റും കൊടുക്കും, ഇച്ചിരി പൈസയും കൊടുത്ത് നാട്ടി വിടും. നാട്ടിലോട്ട്. ഉം. ഇതുപോലെ ഇതുങ്ങളെ കൊണ്ടുപോകും ഈ ഈ ഈ ഖനിയിൽ പണിയാൻ. 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഉം. അപ്പം അങ്ങനെ ഒരുപാട് ഖനികളുള്ള സ്ഥലമാണത്. ഉം. അപ്പോൾ അവിടെ റെയറായ വെജിറ്റബിൾസ് ഉണ്ട്, ഉം. റെയറായ ഹെർബ്സ് ഉണ്ട്, ഓക്കെ. റെയറായ ഫ്രൂട്ട്സ് ഉണ്ട്, റെയറായ ഫ്ലവേഴ്സ് ഉണ്ട്. ഉം. ഇത് കഴിച്ചാൽ മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങൾക്കും പുഷ്ടി ഒരുപാട് കൂടും. ഓക്കെ. ഉം. അതുകൊണ്ട് മോശ ആടിനെ മേച്ചുകൊണ്ട് ഹോരേബ് വരെയും പോയത്. ഉം. ഇനിയും അപ്പം ദൈവം തൻ്റെ ജനത്തെ എന്തിനാ ഈ മരുഭൂമിയിൽ കൂടെ വിട്ടത്? ഉം. ഈ മരുഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാമോ? ഉം. അതിനകത്തൊരു ചെടിയുണ്ട്, നമ്മുടെ ഈ റബ്ബറിന്റെ കറ പോലെ കറ വരുന്നത് ഉം. ചെടി. അതിന് ടാപ്പ് ചെയ്യണം. ഉം. റബ്ബർ കറ പോലെ കറ വരും. കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും, മരുഭൂമിയിൽ ചൂടിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ അതെടുത്തുകൊണ്ട് കൊണ്ടുപോയി അപ്പം ഉണ്ടാക്കും. ഉം. ഇതിന്റെ പേരെന്തറിയാം? മന്ന. എന്റെ പേര് മന്ന. മന്ന. ആ. മന്ന. അപ്പം ഇതിനെപ്പറ്റി ഏറ്റവും നല്ല സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു യഹൂദനുണ്ട്. അദ്ദേഹം ഓക്സ്ഫോർഡിലെ പിന്നെ തിയോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഉം. അവിടെ വാസ് എ ക്രിസ്ത്യൻ, എ പ്രീസ്റ്റ്. അദ്ദേഹത്തിന്റെ ചർച്ചിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഉം. എനിക്ക് അത്ര അധികം പേഴ്സണലായിട്ട് അറിയാം മനുഷ്യനെ. ഉം. അപ്പൊ ഇദ്ദേഹത്തിന്റെ റിസർച്ച് സ്റ്റഡി വായിച്ചിട്ട് ഉം. യുഹാനാൻ മാർത്തോമാ പോലത്തെ ഒരിക്കൽ സഭാതാരികൾ എഴുതി ഉം. ഈ മന്ന എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ചെടിയുടെ കറയിൽ നിന്ന് വരുന്നതാണ് എന്ന്. ഉം. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് IPCയിലെ സ്ഥാപക നേതാവായ KE എബ്രഹാമിന് ദേഷ്യം വന്നു. സ്വാഭാവികം, ഇവർ തമ്മിലാണ് ഫൈറ്റ്, ഇന്റലക്ച്വൽ ഫൈറ്റാണ് കേട്ടോ. ഉം. ഉം. അപ്പൊ KE എബ്രഹാം ഇതിനെതിരായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന സിയോൻ കാഹളത്തിൽ എടുത്തിട്ടങ്ങാലാക്കി. ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ, ഉം. അവിടെ ആ ചെടിയുടെ കറയിൽ മന്ന ഉണ്ട്, അന്നുണ്ട്, ഇപ്പോഴുമുണ്ട്. ഉം. അന്ന് ഇപ്പോഴുമുണ്ട്. യുഹാനാൻ അത് അറിയാം, ഉം. KE എബ്രഹാം അത് അറിയത്തില്ല. ഉം. പക്ഷെ KE എബ്രഹാം എന്ത് വിചാരിച്ചു? ദൈവം തന്നെ ജനത്തിന് കൊടുത്ത മന്നയെ പറ്റിയാണ് യുഹാനാൻ പറഞ്ഞത്. ഓക്കെ. ആ. യുഹാനാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. പറഞ്ഞത്. ആ. ആ ചെടിയുടെ കറയ്ക്കകത്ത് മന്ന ഉണ്ടെന്ന ദൈവം ഇവരോട് ആ ചെടി പോയി ടാപ്പ് ചെയ്തോളം പറഞ്ഞില്ല. വർഷിപ്പിക്കുകയായിരുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ പ്രൊവിഷൻസിനെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ഈ വെള്ളം എന്ന ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഉം. ഒന്നുമില്ലാത്ത മരുഭൂമിയിലല്ല ദൈവം അയച്ചത്. ഉം. എന്തിനാ ഈ മരുഭൂമിയിൽ അയച്ചത്? ഈ മരുഭൂമിയിൽ അയച്ചത് ഇവർ ഈ മിസ്രൈമിൽ അടിമകളല്ലായിരുന്നു. ഉം. അവർക്കെല്ലാം റിസോഴ്സസ് ലിമിറ്റഡ് ഇല്ലയോ? ഉം. ഇഷ്ടംപോലെ ചാപ്പാടൊന്നും ഇല്ലല്ലോ. എല്ലാം പട്ടിണി കിടന്ന് എല്ലും തോലും ഇല്ലയോ? ഉം.
ഈ പട്ടിണി കിടന്ന് എല്ലും തോലുമായി ഈ വർഗങ്ങൾ വാഗ്ദത്ത നാട്ടിൽ അങ്ങോട്ട് കയറി ചെന്നാൽ ഉം, അവിടെ വലിയ അധികായന്മാരാണ്. ഉം. അവരെ കാണുമ്പോഴേ ഇവർ വരുന്നു. വരുന്നു. ഉം, പക്ഷെ ഇവർ അവിടെ ചെന്ന് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മരുഭൂമിയിൽ ഈ അതിശ്രേഷ്ഠമായ ആഹാര വസ്തുക്കളും ഈ ഹെർബ്സും ഉം. പിന്നെ മെഡിസിനൽ പ്ലാന്റുകളും നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാകണം. ഇതെല്ലാം കഴിച്ച് ഇതുങ്ങൾ നല്ല മിടുക്കരാകണം. ഉം. ഇതാ ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ അതുകൊണ്ട് ലിമിറ്റഡ് ആണോ? അല്ല. സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസും Yes. മന്നയും കാടപ്പക്ഷിയും. ഉം. അപ്പോൾ ദൈവത്തിന്റെ ഡബിൾ പ്രൊവിഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഒന്ന് നാച്ചുറൽ പ്രൊവിഷൻസ് അവിടെ ഉണ്ട്, ഉണ്ട്. ഉം. ഇതുങ്ങൾ പോയി കണ്ടുപിടിച്ചോണം. അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പോകണ്ട. ഉം. നിന്റെ വീടിന്റെ കൂടാരത്തിന്റെ മുന്നിൽ മന്ന ഇറക്കി കൊടുക്കാം, കടപ്പക്ഷിയും. അപ്പം ഇത് ദൈവത്തിന്റെ പ്രൊവിഷൻസിന്റെ ഒരു ഭാഗം. അപ്പോൾ ഒന്നും കാണാതല്ല ദൈവം അവരെ മരുഭൂമിയിലേക്ക് അയച്ചത്. ഈ മരുഭൂമി ഷൂർ മരുഭൂമിയുടെ മാത്രം പ്രത്യേകത, അവിടെ അങ്ങിങ്ങായിട്ട് വലിയ പാറകൾ നമുക്ക് കാണാം. ഉം. വലിയ പാറ. ഉം. ഇത് ശരിക്കും റിസർവായാണ്, വാട്ടർ റിസർവായാണ്. വാട്ടർ റിസർവോയർസ്. ഇത് ഈ ചുണ്ണാമ്പ് പാറയാ, ചുണ്ണാമ്പ് പാറ. ഈ ചുണ്ണാമ്പ് പാറയ്ക്കകം മുഴുവൻ വലിയ റിസർവായാണ്. ഏതുപോലെ നമ്മളിപ്പം മണിമല ഡാം അല്ലെങ്കിൽ പിന്നെ മുല്ലപ്പെരിയാർ ഡാം ഒരു വലിയ വാട്ടർ റിസർവായാണ്. അത് ഈ ചുണ്ണാമ്പ് പാറയ്ക്ക് അടിയിലാണ്. നമ്മള് എത്ര കൂളിംഗ് വാട്ടർ കുടിച്ചാലും, നമ്മൾ ഫ്രിഡ്ജ് വെച്ചാലും ഈ വെള്ളത്തിന്റെ ഇഫക്റ്റ് കിട്ടത്തില്ല. അതിന് തുല്യമായ ഹെർബൽ വാട്ടറോ മിനറൽ വാട്ടറോ ഈ ലോകത്തില്ല. ഇത് ഏത് പാറയ്ക്കകത്ത് അത് പൊട്ടിക്കണം. അതിങ്ങനെ പഴുത്തു നീക്കുക ചൂടുകൊണ്ട്. അതുകൊണ്ട് അതിനെ തീക്കൽ പാറ എന്ന് പറഞ്ഞത്. അവൻ ഞാൻ പണ്ട് വിചാരിച്ചതെന്നറിയാം, തീക്കൽ പാറ എന്ന് പറഞ്ഞാൽ ചില പാറയിൽ നമ്മൾ ചുറ്റുകൊണ്ട് അടിച്ചാൽ തീ വരും. അത്ര കരിങ്കല്ലാണത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നറിയാം, തീക്കൽ പാറ ഇതിൽ നിന്ന് പിന്നെ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത് കരിങ്കല്ലാണത്. കരിങ്കല്ലല്ല, ചുണ്ണാമ്പ് പാറയാ. അതിനെ തീക്കൽ പാറ എന്ന് വിളിക്കാൻ കാരണം അത് ചുട്ടു പഴുത്ത് നിൽക്കുക. ഇതൊന്ന് ടാപ്പ് ചെയ്താൽ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ഇത് നദി പോലെ ഒഴുകാൻ തുടങ്ങും. ഇത് നദി പോലെ ഒഴുകി ഇസ്രയേലിന്റെ കൂടാരങ്ങളുടെ അടുത്തോട്ട് പോവുക. ഇവർക്ക് ഈ പഞ്ചായത്തിന് വെള്ളം വരുന്ന പിടിച്ചുകൊണ്ട് ആൾക്കാർ കലവും കൊണ്ടുപോടുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ. അങ്ങനെ ഇവർക്ക് അങ്ങോട്ട് പോകേണ്ട വെള്ളത്തിന് വെള്ളം ഒഴുകി ഇവരുടെ കൂടാരത്തിന്റെ അടുത്ത് വരിക. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒഴുകി വരുന്ന വെള്ളം എല്ലാവരും പിടിച്ചോ? ഇല്ല. ഒരു നദി ഒഴുകി വരികയല്ലേ വീടിന്റെ അതിലെ. ഇവർ യാത്രയാണ്. കൂടെ ഈ നദി കാണത്തില്ല. നദി കാണത്തില്ല. സർപ്രൈസായി. ചേട്ടാ എന്താ ചെയ്യാ? നദി കാണുന്നില്ല. ഇവരെ സൈനായി ചുറ്റാൻ തുടങ്ങിയപ്പം നദി കാണാത്തൊരു അനുഭവം ഉണ്ടായി. ഒരു 1.5 വർഷം ഇവർ സീനായിക്ക് ചുറ്റും, സീനായ് മലയ്ക്ക് ചുറ്റും ചുറ്റി കറങ്ങി. എന്നോട് പോകാൻ വയ്യാതെ. നദി കാണുന്നില്ല. ഇവർ ദൈവത്തോട് പൊറുകൊടുത്തു. പൊറുകൊടുത്തപ്പോൾ ദൈവം പറഞ്ഞു, നീ എന്തിനാ എന്നോട് ഈ പൊറുകൊടുക്കുന്നത്? ഇവരോട് പറ. അവരാ നിൽക്കുന്ന ഇടമുണ്ടല്ലോ, ആ കയ്യിലിരിക്കുന്ന വടി കൊണ്ടൊന്ന് കുത്തണം താഴോട്ട്.
ഉം. കുത്തിയിട്ട് പറയണം, നദിയെ പൊങ്ങി വരിക എന്ന്. ഉം. ഇവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കുത്തിയപ്പോ എന്ന് പറഞ്ഞ് വെള്ളം മേപ്പോട്ട് വരാൻ തുടങ്ങി. ഉം. അപ്പോ ഇവര് ചുട്ടുപൊള്ളുന്ന മരുഭൂമി കൂടെ പോകുമ്പോഴും ഉം. ഇവരുടെ കാലിനടിയിൽ കൂടി നദി ഒഴുകുന്നുണ്ട്. ഉം. ഇതവർ മനസ്സിലാക്കുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പുസ്തകമുണ്ട്, ആഴത്തിൽ കുഴിച്ചെന്നുള്ളത്. ഉം. അതിനകത്ത് ഈ ഭാഗം വരുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഓക്കെ. ഉം. അപ്പൊ വെള്ളം അന്വേഷിച്ച് പോകണ്ട. ഉം. വെള്ളം ഇവര് പോകുന്നതിന്റെ അടിയിൽ ഈ വെള്ളമുണ്ട്. അപ്പോ ഈ എത്രയോ ലക്ഷം ആളുകളെ, 12, 15, 20, 30, 60 ലക്ഷമായിക്കോട്ടെ, ഉം. അവരെ ആളുകളെ 40 വർഷം ഈ മരുഭൂമിയിൽ പോറ്റുന്നതിന് ദൈവത്തിന്റെ ആവശ്യത്തിന് വെള്ളം ഈ റിസർവായിൽ ദൈവം വെച്ച് കഴിഞ്ഞു. ഇവരവിടെ ചെല്ലുമ്പോഴാണ് ഈ റിസർവാ ഉണ്ടായത്. അതെ, അതെ. ഈ വലിയ വാട്ടർ ടാങ്ക്, ഉം. അതായത് നമ്മൾ പറഞ്ഞില്ല, ഞാനിപ്പോ ഈ മുല്ലപ്പെരിയാർ പോലെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടായത്, റിസർവോയേഴ്സ് റിസർവാ ഉണ്ടായി ഇവരവിടെ ചെല്ലുമ്പോഴല്ല, ദൈവം അതിന് കരുതി. പറ്റിക്കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനിൽ ദൈവം ഒരുക്കി വെച്ചതാ. ബട്ട് ഓൾ ദീസ് തിങ്സ്, ഇത് വിശ്വാസം, ആശ്രയം, ഉം. ഈ രണ്ട് കാര്യങ്ങളാണ് ഉം. ഇത് ഇവർക്ക് ടാപ്പ് ഔട്ട് കിട്ടാനുള്ള കാരണം. ഉം. കാരണം ഇതിനെയൊക്കെ വലിയതാ ഏത് ചെങ്കടൽ. അതിനെ രണ്ടായിട്ട് വിഭജിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഉം. മരുഭൂമിയിൽ വെള്ളം എടുക്കാൻ കൊഴിയാനും ദൈവത്തിന് കഴിയും. കഴിയും. ഉം. അപ്പൊ ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഉം. അതിന്റെ ബേസിസ് പാസ്റ്റാണ്. ഉം. പാസ്റ്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കണം. ഉം. അന്ന് അങ്ങനെ ചെയ്ത് ദൈവം ഇന്നും ഇങ്ങനെ ചെയ്യാൻ, അതിൽ വലിയത് ചെയ്യാൻ വിശ്വസ്തനാണ്, ഉം. ശക്തനാണെന്ന് ഉറയ്ക്കുക. ഉം. ദൈവം അത് അവരിൽ എക്സ്പെക്ട് ചെയ്തത്. ഉം. That's what God expected of them. ഉം. അപ്പോ നമ്മൾ ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കൺക്ലൂഡ് ചെയ്യുമ്പം ഉം. ഇത് ദൈവത്തിന്റെ എല്ലാ പ്രൊവിഷൻസും ഉള്ള സ്ഥലമാണ്. ഉം. നാച്ചുറൽ മന്ന വരെ അവിടെ ഉണ്ട്. ഓക്കേ. ഇന്നും അവിടുന്ന് വേൾഡിന് ഏറ്റവും നല്ല സ്പൈസസ് കിട്ടുന്നത്, ഉം. വേൾഡിനുള്ള ഏറ്റവും നല്ല പെർഫ്യൂംസ് കിട്ടുന്ന അവിടുന്ന്. അതെ. ഹെർബൽസ്. റയറസ്റ്റ് മെഡിസിനൽ പ്ലാന്റും കളക്ട് ചെയ്യപ്പെടുന്ന അവിടുന്ന്. ഉം. ആ മരുഭൂമിക്ക് അടിയിലുള്ള നാച്ചുറൽ റിസോഴ്സസ് പോലെ ലോകത്തൊരിടത്തും ഇല്ല. ഓക്കെ. ഉം. അതിലെ ആ ദൈവം അവരെ നടത്തിയത്. ഉം. ഉം. കേട്ടല്ലോ. അപ്പം വെള്ളമില്ല എന്ന് തോന്നുന്ന സമയത്ത് കയ്യിലിരിക്കുന്ന കമ്പ് കൊണ്ട് ദൂരെ അങ്ങ് പോകണ്ട കുത്താൻ, നിൽക്കുന്നിടത്ത് ഒറ്റ കുത്ത്, കുത്തികളില് വെള്ളം. നദിയെ പൊങ്ങി വരിക. ഉം. ഇമ്മീഡിയറ്റ്ലി റിവർ വാസ് ജമ്പിങ് ഔട്ട്. കാരണം ദൈവം ആ വെള്ളത്തെ ഒരിക്കൽ ഓപ്പൺ ചെയ്ത വെള്ളത്തെ ഇവരുടെ പുറകെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുക. ഉം. അത് വിശ്വസിക്കാനുള്ള ഒരു ഹൃദയം അവർക്കുണ്ടാകണമായിരുന്നു. ഉം. പക്ഷെ അവർ പിറവെടുത്തു. ഉം. അതുകൊണ്ടാണ് തലമുറ മുഴുവൻ നശിച്ചു പോയത്, മരുഭൂമി പട്ടുപോയത്. അപ്പം ദിസ് wilderness ഉം. was not anything without any provisions. ഒരു പ്രൊവിഷൻസും ഇല്ല. അവിടെ പോയ പട്ടണം കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു മരുഭൂമി അല്ല ഇത്. ഉം. ഇതിന്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് ആണ് ഏറ്റവും വലുത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഹാർട്ട്. It looks like, yes, yes. ദൈവത്തിന്റെ ഹൃദയത്തിലാ മരുഭൂമി പ്രവാസികൾ, ദൈവത്തിന്റെ ഹൃദയത്തിലാ. കാരണം ദൈവമാണ് അവരെ ആ മരുഭൂമിയിൽ വിട്ടത്. അതുകൊണ്ട് This കരുതി. wilderness was not Moses' choice, Yes. but God's choice. ഈ വിൽഡർനെസ് മോശയുടെ ചോയ്സ് അല്ല, ദൈവത്തിന്റെ ചോയ്സാ. ദൈവത്തിന്റെ ചോയ്സ്. അവർക്കുള്ള വേണ്ട മുഴുവൻ കരുതിയിട്ടാണ് ദൈവം അവരെ അവിടെ വിട്ടത്. That is my full answer to the question, ma'am. നല്ല ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു സാറ്.
ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു അത്ഭുതം തന്നെയാണ്. യെസ്, ദൈവത്തിന്റെ കരുതൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അത്ഭുതം. കാരണം ലോ ഓഫ് നേച്ചർ, യെസ്. ഈ പ്രകൃതിയുടെ ലോയെ ഉണ്ടാക്കിയത് ദൈവമാണ്. Because there cannot be a law without a lawgiver. ലോ മേക്കർ ഇല്ലാതെ ലോ ഉണ്ടാകത്തില്ല. ആ ലോ മേക്കർ ദൈവമാണ്. ആ താൻ ഉണ്ടാക്കിയ പ്രകൃതിയുടെ നിയമത്തിൽ ദൈവം ഇന്റർവീൻ ചെയ്യുന്നു. അതിനെയാണ് മിറക്കിൾ എന്ന് പറയുന്നത്. എല്ലാ കാലത്തും മിറക്കിളാണ്, അത്ഭുതമാണെന്ന് മോൻ പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത് പ്രകൃതിയുടെ നിയമങ്ങളെ തെറ്റിക്കുന്നു അല്ലെ? ഇപ്പം WHO ആണ് വാട്ടറിന്റെ മോളിക്യൂൾ അല്ലെ? ആ വാട്ടറിന്റെ മോളിക്യൂൾസിനെ ചേഞ്ച് ചെയ്ത് വൈനാക്കി മാറ്റാൻ ആർക്ക് കഴിയും? വാട്ടർ മോളിക്യൂളിനെ സൃഷ്ടിച്ച ആളിന് കഴിയും. അതുകൊണ്ട് വൈനായി. നമ്മൾ നോക്കിയാൽ നേരെ തിരിച്ചു കിട്ടത്തുള്ളൂ. വൈൻ കിട്ടിയാൽ നമ്മൾ വെള്ളമാക്കി കൊടുക്കും അല്ലേ? അല്ലാതെ വെള്ളം കിട്ടിയ വൈനാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. And God does that all the time. That's why God is God. എന്തുകൊണ്ട് ദൈവം ദൈവമായി? Because he can intervene in the law of nature. Yes, thank you. Amazing, sir. Yeah, thank you very much. അടുത്ത ചോദ്യം. What does the Bible say about how a Christian should give an offering? ഒരു വിശ്വാസി വഴിപാട് ദൈവത്തിന് കൊടുക്കുന്നത്, അതിനെപ്പറ്റി തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? ഈ വിശ്വാസി വഴിപാട് കൊടുക്കുന്നതിനെ പറ്റി തിരുവെഴുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വഴിപാട് ഈ വിശ്വാസി ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ള പ്രയോഗമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൂ, അല്ലെ, വിശ്വാസിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം വിശ്വാസിയുടെ അല്ലല്ലോ ഇതൊന്നും. എടാ, നീ ശ്വസിക്കുന്ന ഓക്സിജൻ പോലും നിന്റെ അല്ല, ആണല്ലോ. നീ ശ്വസിക്കുന്ന ഓക്സിജൻ ബേസിസ് ഓഫ് ലൈഫ് എക്സിസ്റ്റൻസ്, അത് നിന്റെ അല്ലല്ലോ. ഇത് മുഴുവൻ ദൈവത്തിന്റെ അല്ലേ? അത് നിന്റെ സമ്പത്താക്കി മാറിയെങ്കിൽ അത് ദൈവം നിന്റെ കൈക്ക് ശക്തി തന്നുകൊണ്ടില്ലയോ? അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ശക്തി നൽകുന്നത് അല്ലേ? അത് മുഴുവനും നീ എടുക്കാതെ അതിൽ കുറച്ച് നീ എടുക്കുന്നു. നീ ദൈവത്തിന് വഴിപാട് കൊടുക്കുന്നില്ല, നീ ദൈവത്തിൻ്റെ എടുക്കാതിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിനൊരു നിയമമുണ്ട്, എത്ര എടുക്കാവുന്നൊരു നിയമമുണ്ട്. ഒന്ന്. രണ്ട്, ഈ ദൈവത്തിന് സമാധാനയാഗങ്ങൾ, ഭോജനയാഗങ്ങൾ എന്നിങ്ങനെ ചില യാഗങ്ങൾ കഴിക്കാൻ പ്രമാണമുണ്ട്. അവിടെയാണ് ഓഫറിങ് എന്ന ടെർമിനോളജി വരുന്നത്. ഓഫർ എന്ന ടെർമിനോളജി വരുന്നത്. അത് ഓരോ യാഗത്തിനും അതിൻ്റെതായ യാഗവസ്തുക്കളെ പറ്റിയുള്ള നിയമങ്ങളുണ്ട്, അത് അർപ്പിക്കേണ്ട രീതിയെ പറ്റിയുള്ള നിയമങ്ങളുണ്ട്. അത് നമുക്കിവിടെ പറഞ്ഞു തീരുന്നതല്ല. പിന്നെ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിൻ്റെ നിയമം കുറെ കടുപ്പിച്ചു. നമ്മളതുകൊണ്ട് മിണ്ടത്തില്ല. നമ്മള് എന്തിനാ വെറുതെ കഞ്ഞിപ്പാറ്റ ഇടുന്നത്? പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയാ, നീ നിന്റെ ഓഫറിങ്ങുമായി ദൈവസന്നിധി വരിക. നമ്മുടെ ഓഫറിങ് നമ്മുടെ സ്വതരാഴ്ച കൊണ്ടുവരിക. നമ്മളിപ്പോൾ സ്വതരാഴ്ച എടുക്കുന്നുണ്ട്, പാസ്റ്റ് എഴുന്നേറ്റിട്ട് ഉടനെ ചർച്ച് ബിൽഡിങ്ങിന് പെയിന്റ് അടിക്കുന്നത്, AC കേടായത്, പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അതിനെ പറയാൻ പറഞ്ഞിട്ട്, പിന്നെ എല്ലാവരും പോക്കറ്റ് കൈയിട്ട് പേഴ്സ് ഇങ്ങോട്ട് കയ്യിലോട്ടെടുത്ത് വിശ്വാസത്താൽ പേഴ്സിലോട്ട് കൈവച്ച് വിശ്വാസത്താൽ തുറന്ന് അതിൽ ഏറ്റവും വലിയ നോട്ടെല്ലാം കൊണ്ട് പിടിച്ചിട്ട്
യേശുവിൻ്റെ നാമത്തിൽ ബുംബന്തി പാത്രത്തിൽ കൊണ്ടിടുക. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മാക്സിമം കൊടുക്കാനാണ് പ്രേരിപ്പിക്കുന്നത്, അല്ലേ? അതെ അതെ ഇടാനാണ് പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഓഫറിങ് അർപ്പിക്കാൻ ഒരു നിയമം പറഞ്ഞു. ഒരു ഡോക്ടർ ഉം. നിയമം നമ്മൾ മിണ്ടത്തില്ല കേട്ടോ. ഡോക്ടർ ഇതാണേ, നീ നിന്റെ യാഗവസ്തുവുമായി യാഗപീഠത്തിനടുത്ത് വരുമ്പോൾ, അതായത് സ്വോത്ര ചെറുക്കാൻ തുടങ്ങുക, ഉം. സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നി. ഉം. നിനക്ക് അവനോടൊന്നുമില്ല. ഉം. അവൻ ഈ എന്നോട് അങ്ങനെ മിണ്ടൊന്നുമില്ലല്ലോ, ഫോൺ കോളൊന്നും ഇല്ലല്ലോ, വീട്ടിൽ വന്നാൽ ഒരു ചായ ഒന്നും കുടിക്കുന്നില്ല, പെട്ടെന്ന് പോവുകയാണല്ലോ, ഉം. എന്തോ ഒരു ബുദ്ധിമുട്ട് അവനുണ്ടല്ലോ ഉം. എന്ന് തോന്നിയാൽ ആദ്യം ആ ആഴ്ച നീ സ്വോത്ര ആഴ്ച ഇടണ്ട. ഉം. ആഴ്ച സ്തോത്രമൊക്കെ ചെയ്തിരുന്നു. നീ നേരെ അവനെ അന്വേഷിച്ചു പോകണം. ഉം. അവനെ അന്വേഷിച്ചു പോയി കാര്യം എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവനുമായിട്ട് നീ സെറ്റിൽഡ് ആകണം. ഉം. എന്നിട്ട് അടുത്ത ആഴ്ച വന്ന് സ്വോത്രാഴ്ച ഇട്ടാൽ മതി. ഉം. നീ പ്രസംഗത്തിന് ഇരിക്കുക, സ്വോത്രാഴ്ചയിലെ പ്രസംഗം, അതിന് നീ ഇരിക്കണ്ട. നീ പ്രസംഗം കേട്ട് എന്റെ ഗുണം. ഉം. എടാ, സഹോദരനോട് നിരക്കാൻ കഴിയാത്ത നീ സ്വോത്രാഴ്ച ഇടുകയോ വേണ്ട, പിന്നെ പ്രസംഗവും നീ കേട്ടത് എന്നാ ഗുണം? ഉം. ഇപ്പം ഞാൻ ഒരു പാസ്റ്ററാണല്ലോ, ഉം. ഞാൻ അടുത്ത ആഴ്ച സമാജം നടത്താൻ പോവാം. സ്വോത്രാഴ്ച വന്നു. സഹോദരന്മാരെ എല്ലാവരും ഇന്നിടാനുള്ള സ്വോത്രാഴ്ച കാര്യങ്ങൾ എടുത്താട്ടെ. ഉം. എന്നിട്ട് ഞാനിവിടെ ഒരു പാട്ടിൻ്റെ അടികൾ പാടുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിരോധമുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ധ്യാനിക്കണം. ഉം. ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇനി ഇവിടെ ഇരിക്കരുത്, വേഗം പോയി സ്വോത്രാഴ്ച ഇടുകയും ചെയ്യരുത്. ഈ സ്വോത്രാഴ്ച നീ അങ്ങ് പൊയ്ക്കണം. പോയി ആ സഹോദരനെ കണ്ട് അദ്ദേഹത്തോട് നിരപ്പ് പ്രാപിച്ചിട്ട് നീ ഇവിടെ വന്നാ മതി. അടുത്ത ആഴ്ച ഇവിടെ പ്രസംഗവും കേൾക്കണ്ട ഉം. എന്ന് പറഞ്ഞാൽ പിന്നെ പ്രസംഗം കേൾക്കാൻ എത്ര ഒരു ബാക്കി കാണും? സ്വോത്രാഴ്ച മാത്രക്കകത്ത് എന്തോ കാണും, ഉം. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കർത്താവ് പറഞ്ഞു നിങ്ങള് ഉപായരൂപേണ ഉം. ഒട്ടകത്തെ അങ്ങ് വിഴുങ്ങും. പിന്നെ ഈ കൊതുക് ചതവുപ്പ, കൊതുകിനെ അരിച്ചെടുക്കുകയും ജീരകം, ഇതിനകത്തൊക്കെ ദശാംശം കൊടുക്കും. ഒട്ടകം വിഴുങ്ങും, അങ്ങ് വിഴുങ്ങും. ഉം. ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കണ്ടടച്ച് കളയും. നമ്മൾ ഇവിടുത്തെ തന്നെ അല്ല. നമുക്ക് 10 കാശ് കിട്ടേണ്ട കാര്യം വരുമ്പോൾ സന്തോഷത്തോട് കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾ കിട്ടും. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും, ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും. ഇങ്ങനെ ഉം. എങ്ങനെയെങ്കിലും നമ്മൾ ഇടാൻ 100 രൂപ നോട്ട് 500 രൂപ നോട്ടാക്കി മാറ്റും. അങ്ങനെയുള്ള രീതി നമ്മൾ പ്രസംഗിച്ച് ഒപ്പിക്കും. കർത്താവ് പറഞ്ഞ അങ്ങനെയാണ്. ആദ്യം കർത്താവ് പറഞ്ഞ എങ്ങനെ? ആദ്യം ചെന്ന് നീ ഞാൻ കൊണ്ടുപോകണം പറഞ്ഞു. അത് ഇന്ന് വരെ ഏതെങ്കിലും ചർച്ചിൽ സ്വോത്രാചിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് ചർച്ചസ് വിസിറ്റ് ഉള്ള ആളാണല്ലോ. അപ്പൊ ഏതെങ്കിലും ചർച്ചുകാര് ഇത് ശരിയായ ഡോക്ടർ ഇങ്ങനെയാണ്, നീ അങ്ങ് പോകൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പാസ്റ്റർമാരോട് പറയത്തില്ല കേട്ടോ, അവർക്ക് ദേഷ്യം, അവർ പിന്നെ എന്നെ വിളിക്കത്തില്ല. പിന്നെ ഇയാള് ദുരുപദേശം, ഇപ്പം തന്നെ ആൾക്കാർ പറയും ഇയാൾ ദുരുപദേശമാണ്, ഇയാൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞത് ദുരുപദേശമാണെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായു പൊഴിഞ്ഞ് അരുളി ചെയ്ത കാര്യം ഞാൻ ഈ പറഞ്ഞത്. അത് ദുരുപദേശമാണെന്ന് ഒരു മനുഷ്യർക്കും തെളിയിക്കാൻ കഴിയത്തുമില്ല. പക്ഷെ ജനം ഇപ്പൊ ഇത് കേട്ട് പറയും ബാബുജി കൊണ്ട് ദുരുപദേശം എന്ന് പറയും. കർത്താവ് പറഞ്ഞതാ. ഈ നമ്മൾ കൊടുക്കുന്നതിന് ഉള്ള ഒന്നാമത്തെ പ്രമാണം സന്തോഷം. സന്തോഷം, സന്തോഷത്തോട് കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു. ഇതാണ് കൊടുക്കാനുള്ള ഒന്നാമത്തെ പ്രമാണം. രണ്ടാമത്തെ പ്രമാണം വേദന എന്നുള്ളത്. വേദന, ഒരു
നമ്മൾ സമശിഷ്ടമായി വേറൊരാളുടെ വേദന ഉം. നമ്മുടെ വേദനയായി മാറുമ്പോൾ നമ്മുടെ റിസോഴ്സസ് നമ്മൾ അയാൾക്ക് എത്തിക്കുന്നു. ഒരു സമശിഷ്ടം വേറൊരു സഹോദരൻ വേറെ രാജ്യത്തായിരിക്കും, അവൻ രോഗിയാണ് അല്ലെ തകർന്നു പോയി എന്ന് അറിയുമ്പോൾ അവന്റെ വേദന നമ്മുടെ വേദനയായി മാറുകയാണെങ്കിൽ നമ്മളുടെ റിസോഴ്സ് അവനെത്തിക്കും. മൂന്നാമത്തേത് കമ്മിറ്റ്മെന്റ്. ഉം. കർത്താവിന്റെ വേല എന്നുള്ളത്, ഉം. അതിന്റെ വ്യാപ്തി എന്നുള്ളത് എൻ്റെ കമ്മിറ്റ്മെന്റാ. കർത്താവിന്റെ വേലയുടെ വ്യാപ്തി എൻ്റെ കമ്മിറ്റ്മെന്റാ. Yes. അപ്പം കർത്താവിന്റെ വേല അതിന്റെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്തിന് ഒരുപാട് ഫൈനാൻസ് ആവശ്യമാണ്. അത് നമ്മൾ മിഷൻ ഫീൽഡിൽ പോകുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഒരുപാട് ഫൈനാൻസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങൊരു ബേർഡൻ ഉണ്ടെങ്കിൽ, കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, വി ക്യാൻ ഗിവ്. ഉം. ഇനി അതിനകത്ത് പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ഉം. അത് പാസ്റ്റർമാർ നമ്മളെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. ഉം. കൊടുക്കുന്നവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും. ഞങ്ങളുടെ വല്യപ്പച്ചൻ ധാരാളമായിട്ട് കപ്പ പറിച്ച് പാസ്റ്റർമാർ കൊടുത്തിരുന്നു. അതിന്റെ ഫലമായിട്ട് ഞങ്ങളെല്ലാം പേർഷ്യയിൽ പോയി. ഇപ്പൊ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ചപ്പാത്തി തിന്നാൻ പൈസ ഉണ്ട്. കൊടുക്കുന്നവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കൊടുക്കുന്ന ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ ഈ മുച്ചൂട്ട് കളിക്കാരനുണ്ടല്ലോ, ഈ മുച്ചൂട്ട് കളി എന്നൊരു പരിപാടിയുണ്ട് ഈ ചീട്ട്. ഉത്സവത്തിനൊക്കെ. ഓ- ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, വെയ് രാജാ വെയ്. ഓക്കെ. ഉം. നീ ഒരു രൂപ ഇടുന്നു, നിനക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉം. 10 രൂപ നിനക്ക് കിട്ടി. മനസ്സിലായി? മുച്ചൂട്ട് കളിക്കാരൻ. ഉം. ഈ മുച്ചൂട്ട് കളിക്കാരന്റെ മനോഭാവത്തോടുകൂടി കൊടുക്കും. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കരുത്. ഉം. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും, ഉം. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഉം. അവർക്ക് ഉയർച്ച ഉണ്ടാകും എന്ന വിചാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇക്കണോമിക് മോട്ടീവാണത്. ഉം. നിങ്ങളുടെ എക്കണോമിക്. മനസ്സിലായി. ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക. ഉം. ദൈവത്തുമായിട്ട് നിങ്ങൾ യു ആർ ബ്രൈബിങ് വിത്ത് ഗോഡ്. യെസ്. ഇതിന് ഞാനിപ്പോൾ 100 രൂപ കൺവെൻഷൻ തന്നേക്കുക, ഉം. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ആകുമ്പോൾ 1,00,000 രൂപ ഇങ്ങ് തന്നേക്കണം. ഉം. Yes. മനസ്സിലായി? പള്ളി പണിക്ക് ഞാൻ 500 രൂപ തന്നേക്കാണെന്നേ. ഉം. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ മെഡിസിൻ അഡ്മിഷൻ വരുന്നൊന്നേ മെഡിക്കൽ കോളേജിൽ എനിക്ക് സീറ്റ് മേടിക്കാനായിട്ട് അന്നേരം ഈ 50 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. അത് നീ എവിടെ നിന്നെങ്കിലും കൊണ്ടുതരണം. ഉം. പിടികിട്ടിയോ? ഈ ലാക്കോടെ ഈ ഒരു ചിന്തയോടുകൂടി ഒരിക്കലും കർത്താവിൻ്റെ കൊടുക്കരുത്. വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം. അവരേറെ നിരാശരും ദുഃഖിതരും ആയി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രസംഗം കേട്ട് വളയും മാലയും കമ്മലും ഒക്കെ ഊരി സ്വതരാഴ്ച പാത്രത്തിൽ ഇട്ടവര്, ഉം. ഇതാ നീ ഇട്ടുക, ദൈവം ഉയരത്തിൽ കലവറ തുറന്ന് നിന്റെ മണ്ടക്കൂട്ടിട്ട് തരും എന്ന് പറഞ്ഞു കേട്ട് ഈ കയ്യിലും കഴുത്തിലും എല്ലാം ഊരി സ്വതരാഴ്ച പാത്രത്തിട്ട എത്രയോ സഹോദരിമാര് പിന്നീട് തിരിച്ച് അതേ പാസ്റ്റർ അടുത്ത് ചെന്ന്, പാസ്റ്റർ ആ മാല ഇങ്ങിതാ, ഉം. ആ മാല ഇങ്ങിതാ, ഒന്നും നടന്നില്ല, ഉം. ആ കമ്മലും ആ വളയും ഇങ്ങിതാ, ഒന്നും തന്നില്ല, വീട്ടിൽ പട്ടിണിയാ. ഉം. അപ്പൊ ഇവരെന്ത് വിചാരിച്ചു? ഈ 1.5 പവന്റെ മാല ഊരി ഇട്ടാൽ ചെറുക്കന് പെട്ടെന്ന് വിദേശത്ത് വിസ കിട്ടും, ഇതോർത്ത്. അപ്പൊ അതോടെ നമ്മൾ സമ്പന്നരാണെന്ന് വിചാരിച്ച് ഇവന്റെ വിസയുടെ പകുതി ആയത് അതോടെ അത് തീർന്നു. ഉം.
മനസ്സിലായി? അതോടെ അത് തീർന്നു. ഇവരിപ്പോൾ തെണ്ടി തിരിഞ്ഞ് വഴി നടക്കുക, ഉം. ഒരു രക്ഷയുമില്ല. ഞാൻ ഈ പറയുന്ന ഒരു ഒരു ഭാവനയിൽ കാണുന്ന കഥയല്ല. ഈ പരസ്യമായിട്ട് വന്നിരുന്ന ആൾക്കാരുടെ പേര് വിളിച്ചു പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അതെ. ഉം. അല്ലെ ഞാനീ പറയും, ഇന്ന പാസ്റ്റർമാരുടെ അടുത്ത് ചെന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്, ഉം. ഇങ്ങിതാ എൻ്റെ മാല, ഇങ്ങിതാ ആ കമ്മൽ, ഇങ്ങിതാ മോതിരം, ഇങ്ങിതാ. മനസ്സിലായി? എൻ്റെ കൂടെ താമസിച്ച ഒരു പയ്യനെ ഉം. ഒരു പ്രവാചകൻ പറഞ്ഞ് അവൻ്റെ നിന്ന് ഒരുപാട് കാശ് മേടിച്ചു. ഉം. അപ്പോൾ ഇവന് ഈ വിസയുടെ പ്രോബ്ലം, ജോലിയുടെ പ്രോബ്ലം ഉണ്ട്. ഇവിടെ നാട്ടിലൊരു പാസ്റ്ററെ വിളിക്കും, അത് ഇത്ര രൂപ എനിക്ക് തരണം, ഞാൻ പ്രാർത്ഥിച്ച വിഷയം മാറ്റിത്തരാം. ഉം. ഇങ്ങനെ പറഞ്ഞു 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 ഒരുപാട് രൂപ അങ്ങ് മേടിച്ചു. ഈ ചെറുക്കൻ അവസാനം പറഞ്ഞു, പാസ്റ്ററെ ആ കാശ് ഇങ്ങ് തിരിച്ചതാ. ഉം. ഞാൻ തിരിച്ചു നോക്കണം, എനിക്കിവിടെ ജോലിയുമില്ല, വിസയിലൊന്നുമില്ല, നടക്കുന്നില്ലെന്ന് മനസ്സിലായി. ഇപ്പം 2 കൊല്ലമായല്ലോ നിങ്ങൾക്ക് ഞാൻ സ്ഥിരമായിട്ട് പൈസ തരുന്നു. ആ ഉം. കാശ് ഇങ്ങിതാ, ഞാനങ്ങ് തിരിച്ചു പോട്ടെന്ന്. ഇവിടെ തെറ്റുപറ്റിയത് എന്താണ്? ഒന്ന്, ഇവൻ കൊടുത്തത് റോങ് മോട്ടീവില്ല. എങ്ങനെ? ഈ ഉം. പാസ്റ്റർ കാശ് കൊടുത്താൽ ഈ പാസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്ക് വിസ വരും, ഈ പാസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്ക് ജോലി കിട്ടും, ഈ പാസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്ക് എല്ലാ കാര്യം റെഡിയാകും. അതിന് ദൈവത്തിന് കൈക്കൂലി കൊടുക്കല്ലായിരുന്നു അത്? അതെ. അതെ. പൈസ കൊടുത്ത് അനുഗ്രഹം മേടിക്കുക. ഉം. ഈ കനോട്ട് ബൈ ബ്ലെസ്സിങ്സ് ബൈ Because പേയിങ് അൺ ടു ഗോഡ്. ഉം. ഈ കനോട്ട് ബൈ ബ്ലെസ്സിങ്സ്. ഉം. ഇനിയും സന്തോഷത്തോടെ കൊടുക്കുന്നവനെയോ ദൈവം ദൈവം സ്നേഹിക്കുന്നു. ഈ പ്രമാണം വളരെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു പ്രമാണമാണ്. ഏത്? നീ കൊടുക്കുന്നു. ദൈവത്തിന് കൊടുത്താൽ മതി, നീ ദൈവത്തിന്റെ കാര്യം നോക്കിക്കോ, ദൈവം നിന്റെ കാര്യം നോക്കിക്കോളും. ഉം. നീ ദൈവത്തിന്റെ കാര്യം നോക്കിയോ, ദൈവം നിന്റെ കാര്യം നിന്റെ കാര്യം നോക്കിക്കോ. നോക്കിക്കോളും. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഉം. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് ഈ കൊടുക്കുന്നതിന്റെ ഡോക്ടറിൻ പറഞ്ഞു, സിമ്പിളായിട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതെ. Attitude of giving is very important. ആറ്റിറ്റ്യൂഡ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റോങ് ആണ് ആറ്റിറ്റ്യൂഡ് എങ്കിൽ ഒരു ഗുണമുണ്ട്, അതിൻ്റെ കയ്യിലെ കാശ് പോയതുള്ളൂ. Yes, yes. Okay. Thank you very much, വെൽക്കം sir. വെൽക്കം. അടുത്ത ചോദ്യം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചിലർ പഠിപ്പിക്കുന്നത് വീണ്ടും ജനനം ജാതികളായ നമുക്കുള്ളതല്ല, മറിച്ച് യഹൂദന്മാർക്കുള്ളതാണെന്നാണ്. ജാതികളായ നാം ദത്തെടുക്കപ്പെട്ടവരാണ്, അതിനാൽ വീണ്ടും ജനനം നമുക്കുള്ളതല്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരായ യഹൂദർ പാപം ചെയ്തു, അതിനാൽ വീണ്ടും ജനനം അവർക്കാണ് വേണ്ടതെന്ന്. ഇതിന് ഒരു വ്യക്തത വരുത്തുമോ എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഒന്നാമത് ഈ വീണ്ടും ജനനത്തെ പറ്റി ഒരു ധാരണ വേണമല്ലോ. ഉം. വീണ്ടും ജനനത്തെ പറ്റി ധാരണ വേണം, എന്നിട്ടാണ് ഇത് എനിക്ക് വേണോ വേറൊരാൾക്ക് വേണ്ടോ തീരുമാനിക്കാൻ. ഉം. വീണ്ടും ജനനത്തെ പറ്റി ധാരണ വേണ്ട. അതെ. ഒരു സീഡ് ഉം. ഒരു ഓവറിയിൽ വീഴുന്നു. ഉം. ഒരു ഓവറി ഒരു സീഡിനെ റിസീവ് ചെയ്യുമ്പോൾ അവിടെ ഒരു പുതിയ ലൈഫ് ഉണ്ടാകുന്നു. അതാണ് ജനനം അല്ലെങ്കിൽ ബർത്ത് എന്ന് പറയുന്നത്. അത് പിന്നെ പുറത്തു വരുന്നു, അല്ലേ? അങ്ങനെ ഞാൻ ജനിച്ചു. ഇങ്ങനെ ജനിച്ച് മുൻപോട്ട് പോയ ഞാൻ ഒരു ദിവസം സുവിശേഷം എന്ന രക്ഷയുടെ സീഡ് കേട്ടപ്പോ എൻ്റെ വിശ്വാസം എന്ന ഓവറിയിൽ ഞാൻ അതിനെ റിസീവ് ചെയ്തു. വിശ്വാസം എന്ന ഓവറിയിൽ ഗോസ്പൽ എന്ന സീഡ് റിസീവ് ചെയ്യപ്പെടുമ്പോൾ എന്നിലൊരു സെക്കൻഡ് ബർത്ത് ഉണ്ടായി. വിശ്വാസത്താൽ ഒരു പുതിയ ജീവൻ എന്നിലുളവായി. അത് ദൈവത്തിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ. ക്രിസ്തു
എന്നിൽ ഉളവായി. ഉം. അങ്ങനെ ഞാൻ പുതിയ മനുഷ്യനായി തീർന്നു. ഉം. ഞാൻ പുതിയ മനുഷ്യനായി തീർന്നു. ഇതാ വീണ്ടും ജനനം. ഉം. ഇതിൽ യഹൂദനെന്നില്ല, ജാതി എന്നില്ല, ഉം. എല്ലാവർക്കും. ഒരു ഡിഫറൻസും ഇല്ല. ഉം. എല്ലാവരിടത്തും എല്ലാവരും, ഉം. എല്ലായിടത്തും എല്ലാവരും. എല്ലാവരും സുവിശേഷം കേൾക്കണം. ഉം. സുവിശേഷം കേട്ട് എല്ലാവരും എന്ത് ചെയ്യണം? ഉം. റിസീവ് ചെയ്യണം. എവിടെ റിസീവ് ചെയ്യണം? വിശ്വാസം എന്ന വിശ്വാസം. ഓവറിൽ അതിനെ റിസീവ് ചെയ്യണം. ഉം. റിസീവ് ചെയ്യുമ്പോൾ അതുവരെ നിന്റെ അകത്ത് നടന്നിട്ടില്ലാത്ത ഒരു പ്രക്രിയ നടക്കും. ഉം. ഒരു പുതിയ ആട് ജനിച്ചു. ഉം. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ദൂതൻ വന്ന് മറിയോട് പറയുന്നു, ഉം. നിന്നിൽ വിശുദ്ധ പ്രജ ഉളവാകുമെന്ന്. ഉം. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഇതെങ്ങനെ സാധിക്കും? പറഞ്ഞു, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടുമ്പോഴായി സംഭവിക്കുന്നു പറഞ്ഞു. മറിയ പറയാ, ഞാൻ കർത്താവിന്റെ ദാസി, ഉം. നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പൊ ആ വചനത്തെ വിശ്വാസം എന്ന് ഓവർ റിസീവ് ചെയ്തപ്പോ ഉം. അവിടെ അകത്തൊരു കുഞ്ഞുണ്ടായി. അതെ. ദാറ്റ് വാസ് ജീസസ്. ജീസസ് ക്രൈസ്റ്റ്. Yeah. ഇതുപോലെ സുവിശേഷത്തിന്റെ രക്ഷയുടെ ദൂത് ഉം. കേൾക്കുമ്പോൾ എൻ്റെ വിശ്വാസം എന്ന ഓവറി അതിനെ റിസീവ് ചെയ്യുമ്പോൾ ഉം. എൻ്റെ അകത്ത് വിശ്വാസത്താൽ യേശു ജനിച്ചു. ജനിച്ചു. ഉം. വിശ്വാസത്താൽ ഒരു ആത്മീയ സന്തതി ഉളവായി. ഉം. വിശ്വാസത്താൽ ഒരു ദൈവവൈതലുണ്ടായി. ഉം. അതാ വീണ്ടും ജനനം. വീണ്ടും. ഇതിൽ യഹൂദനെന്ന് യവനെന്ന് എന്താ വ്യത്യാസം? ഉം. അല്ലേ? യഹൂദനും ജനനും ഇവനൊന്നും യാതൊരു വ്യത്യാസം ഇതിനകത്തില്ല. അബ്സല്യൂട്ട് നത്തിങ്. യഹൂദൻ യവനൻ എന്ന വ്യത്യാസം ഉണ്ടായിരുന്നത് ഈ രക്ഷയുടെ ഈ സുവിശേഷം എന്ന സീഡ് ഉം. കാൽവറിയിൽ ഉളവാകുന്നതിന് മുൻപാണ്. ഓക്കെ. ഉം. ഉം. ഈ സീഡ് എവിടെ നിന്നാ വരുന്നത്? ഫ്രം കാൽവറി. ഓക്കെ. ഉം. അല്ലേ? കാൽവറിയിലെ കവനന്റിൽ നിന്നാണ് ഏതുണ്ടായത്? നീങ്ങിപ്പോകാത്ത ആ വാഗ്ദത്തത്തിന്റെ ഉടമ്പടിയിൽ നിന്നാണ് ഈ രക്ഷയുടെ സുവിശേഷം ഉണ്ടാകുന്നത്. ഉളവായത്. ഉം. ഈ രക്ഷയുടെ സുവിശേഷം എന്ന സീഡ് വന്നതിന് ശേഷം, ഞാൻ യഹൂദനായതുകൊണ്ട് എനിക്കിത് വേണ്ടെന്ന് ഒരു യഹൂദനും പറയാൻ പറ്റത്തില്ല. ഉം. ഞാൻ ജാതിയായോണ്ട് എന്നെ അങ്ങ് ദത്തെടുത്തിരിക്കുക. ഉം. പറഞ്ഞങ്ങ് ചെന്നേച്ചാ മതി. ഉം. പറഞ്ഞോളൂ, അങ്ങ് ചെന്നേച്ചാ മതി. നിന്നെ ദത്തെടുത്തെന്ന് പറഞ്ഞ് ഇതിനപ്പുറം എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. നോ പ്രോബ്ലം. അടുത്ത ചോദ്യം. What is the meaning of oil in Matthew chapter 25 in Hebrew interpretation? മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരോടുള്ള വിഷയത്തിൽ എണ്ണ എന്നുള്ളത് കൊണ്ട് എബ്രായ ഭാഷയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എബ്രായ ഭാഷയിൽ ആ വേർഡിന്റെ മീനിങ് ഷമൻ എന്നാണ്. ഷമൻ എന്നാണ് വേർഡ്. ഷമൻ എന്നാണ്. എണ്ണ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ലിറ്ററൽ മീനിങ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉദ്ദേശിച്ചത് അഭിഷേകം എന്നാണ്. അഭിഷേകം എന്നാണ്. പരിശുദ്ധാത്മാവെന്നാണ്. പരിശുദ്ധാത്മാവിനെ എണ്ണയോട് ഉപയോഗിച്ചത്. ആത്മാവിൽ നമ്മൾ കത്തിക്കൊണ്ടിരിക്കണം. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു പാട്ടുണ്ട്, വരുവേശു മഹാരാജൻ വാനിൽ വരവിനായി ഒരുങ്ങിടാം പ്രിയരേ, എണ്ണയും പാത്രത്തിൽ കുറയാതെ കരുതാം, അണയാതെ ദീപങ്ങൾ തെളിച്ച് വരവോളം എരിഞ്ഞിടാം പ്രിയരേ. വരവോളം എരിയുക. യേശുക്രിസ്തുവിന്റെ വരവോളം ഈ ഭൂമിയിൽ കത്തിക്കൊണ്ടിരിക്കണം, ദീപങ്ങളായിട്ട് കത്തിക്കൊണ്ടിരിക്കണം. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ എരിഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഉത്സാഹത്തിൽ മടുപ്പില്ലാത്ത, ആത്മാവിൽ
എരിവുള്ളവരെ. എരിഞ്ഞുകൊണ്ടിരിക്കണം എന്ന് എഴുതി. പക്ഷെ നമ്മൾ അത് എരിവുള്ളവരാക്കണതാക്കി. അപ്പൊ ഓ. ചിലർ പറഞ്ഞത് മീൻകറിയുടെ എരിവാണ്. നല്ല എരിവുള്ള മീൻകറി വെച്ചാൽ നമ്മൾ ഒഴിക്കത്തില്ല, അപ്പൊ ഒരു ഉഷാർ വരത്തില്ല. എന്നാലും ഒരു ഉഷാറാണ്. നീ ഉഷാറും കിഷാറും മീൻകറിയും ഒന്നുമല്ല അവിടെ. എരിഞ്ഞുകൊണ്ട്. ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുക. ആത്മീയ എരിച്ചിലിനാണ്, ആത്മാവിൽ കത്തുന്നതിനെയാണ് എണ്ണ എന്ന ഉപമ കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. വേറെ ഒരർത്ഥവും അതിനില്ല. വേറെ ഒരർത്ഥവും നമ്മൾ കൊടുക്കുകയും വേണ്ട. കാരണം വചനം ഉദ്ദേശിക്കാത്ത ഒരർത്ഥം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ഓക്കെ 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 യെസ്. ഓക്കെ സർ. അടുത്ത ചോദ്യം, 1 യോഹന്നാൻ 5-ാം അധ്യായം 7-ാം വാക്യം കിങ് ജെയിംസ് വെർഷൻ ഇങ്ങനെയാണ്: For there are three that bear record in heaven, the Father, the Word and the Holy Ghost, and these three are one. സാക്ഷ്യം പറയുന്നവരായി സ്വർഗത്തിൽ 3 പേരുണ്ട്, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ഈ 3 പേരും ഒന്നാണ് എന്ന് എഴുതിയിരിക്കുന്നു. യങ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ YLT-യിലും ഇത് എഴുതിയിട്ടുണ്ട്. ഈ വാക്യം മറ്റൊരു ഇംഗ്ലീഷ് പരിഭാഷയിലും കാണുന്നില്ല. ത്രിയേകത്വത്തിന്റെ ആശയം ഇത്രയും വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഈ വാക്യം പിന്നീട് ഒഴിവാക്കിയതാണ്. ഒഴിവാക്കിയതാണ്. നമ്മൾ ഒരു കാലത്ത് നമുക്ക് അനുഗ്രഹമായി കാണുന്നത് നമുക്ക് പെട്ടെന്ന് ശാപമാക്കി മാറ്റാൻ സാത്താന് വലിയൊരു കഴിവുണ്ട്. ദൈവം മനുഷ്യന് ഏറ്റവും അനുഗ്രഹമായി എന്തെന്നത് കൊടുക്കുന്നത്, അത് മനുഷ്യനെ ശാപമാക്കി മാറ്റുക. ദൈവം മനുഷ്യനെ കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ ഭാര്യ. അത് അവന് കൊടുത്ത ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഹവയാ. അതിന് ഒരു സംശയമില്ല. ലോകത്തിൽ മാന്യമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഏതൊരു ഭർത്താവിനോടും ചോദിച്ചാലും പറയും, എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എൻ്റെ ഭാര്യയാണെന്ന്. There is no doubt about it. പക്ഷേ ആദാമിന്റെ ജീവിതം തകർത്തത് ഈ പെണ്ണുമ്പിള്ള തന്നെയാണ്. ഈ ആവശ്യമില്ലാതെ പഴം പോയി പറിക്കാൻ പോയത് അല്ലേ? അപ്പൊ ഗോഡ്സ് ബെസ്റ്റ് എപ്പോഴും നമ്മുടെ കേഴ്സാക്കി സാത്താൻ മാറ്റുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോക സുവിശേഷീകരണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി അപ്രാപ്യമായിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ 410 AD-യിലാണ് റോമൻ സാമ്രാജ്യം തകരുന്നത്. അതുവരെ ലോകത്തെ നയിച്ചിരുന്ന ഇന്റലക്ച്വലിസമാണ്. ഗ്രീക്ക് റോമൻ ഫിലോസഫി എന്ന മുഴുവൻ ഇന്റലക്ച്വലിസമാണ്. 410 AD-യിൽ ആ റോമൻ സാമ്രാജ്യം തകർന്നു. റോമൻ സാമ്രാജ്യമാണ് ഇത് ലോകം മുന്നെത്തിക്കേണ്ടത്. അപ്പോൾ ഹിസ്റ്റോറിയൻസ് പറയുന്നത് a dark curtain fell on the surface of the earth. A dark curtain fell on the surface of the earth. അതിനുശേഷം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ലോകം മുഴുവൻ പടർന്നു. നമുക്ക് തമ്മിൽ സംസാരിക്കാൻ, അത് പബ്ലിക്കിന് കേൾക്കാൻ, പറയാൻ കഴിയാത്ത രീതിയിലുള്ള വൃത്തികെട്ട പെർസ്പെക്റ്റീവ്സ് ബൈബിളിനെ പറ്റിയുണ്ട്, വ്യാഖ്യാനങ്ങൾ. യേശുക്രിസ്തുവിനെ കുത്തിയ കുന്തത്തെ പറ്റി, അതിന്റെ താഴെ ഒരു ചിരട്ടയ്ക്കകത്ത് ചോര പിടിച്ചോണ്ട് ഇരിക്കുക എന്നുള്ള ചിരട്ടയെ പറ്റി ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നമുക്കൊരു സിവിലൈസ് സൊസൈറ്റി ഇപ്പൊ നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. അത്ര വൃത്തികെട്ട വ്യാഖ്യാനങ്ങളാണ് പരന്ന് ലോകം മുഴുവൻ അന്ധതയിലായി. ഇതിനാണ് മധ്യകാലഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് ഏജസ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇറ്റാലിയൻ റിനേസാൻസ് ഉണ്ടാകുന്നത്. ഇറ്റാലിയൻ റിനേസാൻസോടുകൂടി അറിവിന്റെ വെളിച്ചം ലോകത്ത് വരാൻ തുടങ്ങി. ഈ പഴയ ഗ്രീക്കോ റോമൻ വിസ്ഡം ലിറ്ററേച്ചറിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് ആ വിസ്ഡം ലിറ്ററേച്ചർ തിരിച്ചു വന്നപ്പം അതിന്റെ കൂടെ വന്ന ഒന്നാണ് ഹോളി ബൈബിൾ. ഈ ഹോളി ബൈബിളിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഏറ്റവും നല്ല ട്രാൻസ്ലേറ്റ് നല്ലതെന്ന് പോസിബിൾ ആയ ട്രാൻസ്ലേഷൻ ആയിരുന്നു കിങ് ജെയിംസ് വേർഷൻ. ഈ കിങ് ജെയിംസ് വേർഷൻ വ്യാപിച്ചതോടെ
ഉം, ഒരു എ ഡിസ്പ്രപ്പോർഷനേറ്റ് സ്ലൈസ് ഓഫ് ദ വേൾഡ് വാസ് ഇവാഞ്ചലൈസ്ഡ്. ഉം, ലോകത്തിന്റെ വലിയ ഭാഗം സുവിശേഷവൽക്കരിക്കപ്പെട്ടു. ഉം, അപ്പൊ ഈ സുവിശേഷത്തെയും അതിന്റെ ഫലമായുള്ള ദൈവസഭയ്ക്കും ഒരു ബേസ്മെന്റ് ഉണ്ടായി കൊടുത്തത് ഈ ആരാ പിന്നെ കിങ് ജെയിംസ് ബൈബിളാണ്. ഉം, അതിന്റെ ബേസിലാണ് ഒരുപാട് വേർനാക്കുലർ ട്രാൻസ്ലേഷൻസ് ഉണ്ടായത്. ഉം, അപ്പൊ ട്രാൻസ്ലേഷൻ ഉണ്ടാകുമ്പോഴും ഒരു വചനം പഠിപ്പിക്കുമ്പോൾ ദേവദാസന്മാര് എടാ കിങ് ജെയിംസ് ബൈബിളിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു നോക്കടാന്ന് പറയും. ഉം, കാര്യം ഒരു ബേസ്മെന്റ് വേണ്ടായോ. ഉം, അപ്പോൾ സാത്താന് മനസ്സിലായി ഇവരെന്തോ പറഞ്ഞാലും ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നു നോക്കും. ഉം, അപ്പൊ ഇവരുടെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞെങ്കിൽ ഇവർ പോക്കാം. അടിസ്ഥാനം മറിഞ്ഞ നീതിമാനം തന്നെ പോക്കാം. അടിസ്ഥാനം മറിയണമെന്നുണ്ടെങ്കിൽ തെറ്റായ ബൈബിൾ കൊടുക്കണം, അല്ലെങ്കിൽ ബൈബിൾ തെറ്റിച്ചു കൊടുക്കണം. ഉം, ബൈബിൾ എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ പേഴ്സൺ ഓണർഷിപ്പ് ഉള്ളതല്ല. ഉം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചല്ലോ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളത്. ഉം, എന്റെ കോപ്പി റൈറ്റാ. ഉം, ആർക്കും അത് കോപ്പി അടിക്കാൻ പറ്റത്തില്ല. ഞാൻ കേസ് കൊടുക്കും. ബൈബിൾ ഇങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് തോന്നുന്ന പോലെ അതിനകത്തെല്ലാം അങ്ങ് തിരിച്ചുണ്ടാക്കിയതാണ്. ആരാ കേസ് കൊടുക്കാൻ പോകുന്നത്? ഉം, ആരാ കേസ് കൊടുക്കാൻ പോകുന്നത്? ഉം, അപ്പൊ ബൈബിൾ തെറ്റിക്കണം, അപ്രധാനമാകണം. അതിന്റെ ബേസിൽ ആളുകൾ പോകുമ്പോൾ അവർക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവ് ഉം, ഡിസ്റ്റോർട്ടഡ് ആയി പോകണം. ഉം, നോളജ് അബൌട്ട് ഗോഡ് ഷുഡ് ബി ഡിസ്റ്റോർട്ടഡ്. ഉം, ദൈവത്തെ പറ്റിയുള്ള അറിവ് തെറ്റിദ്ധാരണകളായി മാറണം. ദൈവത്തെ പറ്റിയുള്ള അറിവ് തെറ്റിദ്ധാരണകളായി മാറണം. ഇത് സാധാരണ ആവശ്യമാണ്. ബൈബിളിൽ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വേർഡ് ബറശിത് ബാറ എലോഹീം. എലോഹീം എന്ന ആ വേർഡിന്റെ ന്യൂമറിക്കൽ വാല്യൂ 111 ആണ്. 111 എന്ന് പറഞ്ഞാൽ ട്രിനിറ്റിയാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏതിലുണ്ട്? ഈ ദൈവത്തിലുണ്ട്, എലോഹീമിലുണ്ട്. ഇനി ഹീബ്രു ഭാഷയിലെ ആദ്യത്തെ അക്ഷരം അലെഫ്, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എടുത്താലും ത്രിയേക ദൈവ. അക്ഷരത്തിന് തന്നെ 3 പാർട്ടുണ്ട്. 3 പാർട്ടുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ ഈ ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതൊക്കെ എത്രയോ അപ്പുറത്തേക്ക് അർത്ഥവ്യാപ്തിയുള്ള ഒരു എൻറ്റിറ്റിയാണ്. ഇതിനെ പറ്റിയുള്ള അറിവ് മനുഷ്യന് ഡിസ്റ്റോർട്ട് ചെയ്ത് കൊടുത്താലോ? ദൈവത്തെ പറ്റിയുള്ള അറിവ് എപ്പോഴും തെറ്റായ അറിവായിരിക്കും. ഇപ്പൊ ചില പിള്ളേർക്ക്, ഒരിക്കലും ഒരു അപ്പൻ എന്നോട് പറയാണ്, എനിക്ക് 3-4 പിള്ളേരുണ്ട്, ഇവന്മാർക്ക് ഇറച്ചി മേടിച്ച് കറി വെച്ച് കൊടുക്കാനും ഇവന്മാർക്ക് തുണി കഴുകി കൊടുക്കാനും ഇവന്മാർക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ഉപകരണമാണ് ഞാനെന്ന. മനസ്സിലായോ? അതിനപ്പുറം അപ്പൻ എന്തോ ഇവന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന്. അപ്പനെ പറ്റിയുള്ള ധാരണ അത്രേ ഉള്ളൂ. അപ്പൊ ദൈവത്തെ പറ്റിയുള്ള അറിവിൽ വളരണം. ദൈവമോ ത്രിയേക ദൈവമാണ്. ആ അറിവ് ഡിസ്റ്റോർട്ടഡ് ആയി. ആ ഒരു ഡിസ്റ്റോർട്ടഡ് ആയാൽ ഇവന്റെ ആത്മീയ ജീവിതം കൂപ്പുകുത്തിപ്പോവും. ഇത് സാധാരണ അറിയാമെന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വെച്ച വഞ്ചനയാണ് ഏത് ഈ വേദോത്സവം എടുത്ത് തിരുത്തി ഇതെല്ലാം മാറ്റിക്കളയുന്നത്. അതുകൊണ്ട് അതെല്ലാം തെറ്റാണ്. അത് മനഃപൂർവ്വം ഉണ്ടായ വഞ്ചനയാണ്. ബെറ്റർ ഡോണ്ട് റീഡ് ദാറ്റ്. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗെയിൻ.